ഈ പാകിസ്ഥാനിൽ ചൈന നിർമ്മിച്ച ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖം തകർക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടി അയയുകയാണ്. പാകിസ്ഥാൻ പോലും ആ രീതിയിൽ ചൈനയെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, അപ്പോൾ ചൈനയുടെ ഒരു സ്വാധീന മേഖലകൾ പലതും നഷ്ടമാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ദലൈലാമ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു തൻ്റെ പിൻഗാമി ഒരു സ്വതന്ത്ര രാജ്യത്ത് ഉറപ്പായും ഉണ്ടാകും, ഉടനെ എത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചൈന പറയുന്ന രീതിയിലല്ല ഞങ്ങൾ പോകുന്നത് എന്ന് ദലൈലാമയൊക്കെ പറയുന്നു. തായ്വാനുമായിട്ടുള്ള സംഘർഷമൊക്കെ നിലനിൽക്കുന്നു. നമുക്കറിയാമല്ലോ, തായ്വാനെ ചൈന കയറി അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ചൈനയ്ക്കുള്ള പ്രശ്നങ്ങളിലും ഇപ്പോഴും ഇന്ത്യയും ചൈനയും മുഖാമുഖം നിൽക്കുകയാണ് അതിർത്തിയിൽ. ഏതാണ്ട് 50,000-ഓളം വരുന്ന സേന ഇരുപക്ഷത്തും നിൽപ്പുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള നമ്മളവിടെ ഇത് തിയേറ്റർ കമാൻഡൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇത് മൗണ്ടൻ കോപ്സും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് അതിർത്തി മേഖലയുള്ളത് കൊണ്ട് നമ്മൾക്ക് വലിയ രീതിയിലവിടെ വളരെ വേഗം തന്നെ സൈനിക വിന്യാസം നടത്താനുമൊക്കെ കഴിയും. പറയുന്ന ചൈനീസ് അതിർത്തിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചൈനയുടെ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സർവ്വസന്നാഹങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിസന്ധി രാജ്യത്തിനകത്തും പാർട്ടിക്കകത്തും ചൈനയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത് ചൈന ചെയ്യാൻ പോകുന്ന ഈ ശ്രദ്ധ എല്ലാം മാറ്റണമെങ്കിൽ യുദ്ധം വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.